ഹായ് ഓൾ, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോഡ്യൂൾ 4-ലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വേവ് ഇക്വേഷൻ ഫ്രം മാക്സ്വെൽ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ മോഡ്യൂൾ 3-ൽ മാക്സ്വെൽ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വേവ് ഇക്വേഷൻസ് എങ്ങനെ കണ്ടെത്താറുണ്ട്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. അപ്പോൾ വേവ് ഇക്വേഷൻ ഫ്രം മാക്സ്വെൽ ഇക്വേഷൻ. Consider a uniform plane wave of electromagnetic wave traveling through a lossy dielectric medium. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതെന്താണ്? ട്രാവൽ ചെയ്യാണ് ഒരു ലോസ് ഉള്ള ഒരു ഡൈലക്ട്രിക് മീഡിയത്തിലൂടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും, അതേപോലെ എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഓക്കെ, അത് തമ്മിൽ എന്തായിക്കാരം? പെർപെൻഡിക്കുലർ ആയിക്കാരം. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്തായിക്കാരം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിക്കാരം. വിത്ത് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യാണ്? മൂവ് ചെയ്യണമല്ലോ. അപ്പൊ അതിനെന്തുണ്ടാക്കും? ഒരു ഡയറക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ ഡയറക്ഷൻ പ്രൊപ്പഗേഷനും തമ്മിൽ എന്തായിക്കാരം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിക്കാരം. ഓക്കെ, അതാണ് ഈ കാണിച്ചുള്ളത്. ഇയും എച്ചും തമ്മിൽ 90 ഡിഗ്രിയാണ്. എച്ചും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും 90 ഡിഗ്രിയാണ്. ഡയറക്ഷൻ പ്രൊപ്പഗേഷനും ഇയും തമ്മിൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇത് മൂന്നും തമ്മിൽ എന്താണ്? 90 ഡിഗ്രിയാണ് അതിന്റെ ഡയറക്ഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഡെറിവേഷൻസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ മാക്സ്വെൽ ഇക്വേഷന്റെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് എന്ത്? ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോട്ട്. അതേപോലെ നാലാമത്തെ ഇക്വേഷൻ ആണ് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം ബി ഈക്വൽ ടു എന്താണ്? മ്യൂ എച്ച് ആണെന്ന് അറിയാം. ഓക്കെ, ബി ഈക്വൽ ടു എന്താണ്? മ്യൂ എച്ച് ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്താണ്? മ്യൂന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്, ബിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? മ്യൂ എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ മ്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡിഫറൻഷിയേഷൻ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ബ്രാക്കറ്റ് മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോട്ട് എന്നാണ്. അതുകൊണ്ട് ഇക്വേഷൻസ് 1 ആയിട്ട്. ഓക്കെ, അതേപോലെ നാലാമത്തെ ഇക്വേഷൻ ആണ് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് എന്നുള്ളത്. ഓക്കെ, നമ്മളിവിടെ എന്താണ്? ബിയും ഡിക്കും ഒക്കെ ഏതിന്റെ ടൈമിലാക്കി എഴുതണം? എച്ചിന്റെയും ഇന്റെയും ടൈമിലാക്കിയിട്ട് മാത്രം റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഡിക്ക് നമുക്ക് ഒരു വാല്യൂ അറിയുന്നു. ഡിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? എപ്സിലോൺ ഇ ആണ്. ജെന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? സിഗ്മ ഇ എന്ന്. ഓക്കെ, ജെക്ക് സിഗ്മ ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഡിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എപ്സിലോൺ ഡി വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എപ്സിലോൺ ഇ എന്നുള്ള വാല്യൂ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എപ്സിലോൺ ഇ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണത്? ടേക്കിംഗ് കേൾ ഓഫ് ഇക്വേഷൻ നമ്പർ 1. ഇതിന് കേൾ എടുക്കുകയാണ്. ഓക്കെ, അതായത് കേൾ എടുക്കാന്ന് വെച്ചാൽ ഇതിന് ഒരു ഡെല്ലും കൂടി എന്ത് ചെയ്യും? ഇതിനെന്ത് ചെയ്യാണ്? ഡെല്ലായിട്ട് എന്ത് ചെയ്യാണ്? ക്രോസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഡെൽ ക്രോസ് ഇ എന്ന് വരും. ഡെൽ ക്രോസ് ഇ സിക്കിട്ട് വരും മൈനസ് മ്യൂ ഇൻറ്റു ഡോ ബൈ ഡോട്ട് ടി ഓഫ് ഡെൽ ക്രോസ് എച്ച് എന്നായിട്ട് വരും. ഓക്കെ, ഈ മ്യൂ കോൺസ്റ്റന്റ് ആണ്, ഡോ ബൈ ഡോട്ട് ടി ഡിഫറൻഷിയേഷൻ ആണ്. അത് പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഡെൽ ക്രോസ് എച്ച് എന്നായിട്ട് മാറും. അതാണ് എന്ത് ഇക്വേഷൻ 3 എന്നാക്കിയിട്ട് എഴുതിയിട്ട്. ഇനി ഇക്വേഷൻ 3-ല് എന്ത് ചെയ്യും? ഈ ഡെൽ ക്രോസ് എച്ച് എന്നുള്ള ഒരു ടേം ഉണ്ടായിരുന്നു. ഓക്കെ, ഡെൽ ക്രോസ് എച്ച് എന്നുള്ള ഒരു ടേം, ആ ടേമിന് എന്ത് ചെയ്യാണ്? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, സിഗ്മ ഇ പ്ലസ് ഡോ ഡി ബൈ ഡോട്ട് ടി എന്നാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഡെൽ ക്രോസ് എച്ചിന് രണ്ടാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡെൽ ക്രോസ് ഇ. ഓക്കെ, നമുക്കൊരു വെക്റ്റർ ഐഡന്റിറ്റി ഉണ്ട്, ഡെൽ ക്രോസ് എ എന്നുള്ളത്. ഓക്കെ, ഇതെന്താണ്? ബ്രാക്കറ്റിൽ സൈഡിൽ എഴുതിക്കുക. ബൈ ദ വെക്റ്റർ ഐഡന്റിറ്റി ഡെൽ ക്രോസ് എ എന്ന് വെച്ചാൽ എന്താണ്? ഡെൽ ഓഫ് ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഓക്കെ, ഇതെന്താണ്? വെക്റ്ററിന്റെ ഒരു ഐഡന്റിറ്റിയാണ് ഡെൽ ക്രോസ് എ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ എക്ക് പകരം ഇവിടെ ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറും? ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്നായിട്ട് മാറും. അപ്പൊ ഈ വാല്യൂവിന് എന്ത് ചെയ്യാണ്? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഡെൽ ഓഫ് ഡെൽ ഡോട്ട് ഇ, ഡെൽ ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഗ്രേഡിയന്റ് ആണ്, ഇവിടെ ഡൈവർജന്റ് ആണ്. ഓക്കെ, ഇവിടെ ഡെൽ സ്ക്വയർ ഇ. ഓക്കെ, അപ്പൊ ആ വാല്യൂ എന്ത് ചെയ്തു? ഡിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എപ്സിലോൺ ഇ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എപ്സിലോൺ എന്നുള്ളത് പുറത്തോട്ടെടുത്ത് മാറ്റി. ഓക്കെ, അപ്പൊ ഇതൊരു ചാർജ് ഫ്രീ റീജിയൺ എന്നുണ്ടെങ്കിൽ, ഓക്കെ, ചാർജ് ഫ്രീ റീജിയൺ ആണെങ്കിൽ എന്താണ്? അവിടെ സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്?
0 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു എന്താണ് സിമിലർ റോ ഇസ് ഈക്വൽ ടു 0 ആണ്. ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു ശരിക്കും എന്ത് ചെയ്യുന്നു റോ വി ബൈ എപ്സിലോൺ എന്ന് എഴുതുന്നു. റോ വി ബൈ എപ്സിലോൺ. അപ്പോൾ ഈ റോ എന്നുള്ളത് 0 ആയി പോയാൽ എന്ത് ചെയ്തു ഡെൽ ഡോട്ട് ഇ എന്നുള്ളത് എന്തായിട്ടും 0 ആകും. അപ്പൊ ഇതെന്തായും 0 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ബാക്കി എന്തുണ്ടാവുള്ളൂ മൈനസ് ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ബൈ മ്യൂ ഡോ ബൈ ഡോട്ട് ഓഫ് സിഗ്മ ഇ പ്ലസ് എപ്സിലോൺ ഡോ ഇ ബൈ ഡോട്ട് എന്നാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ ഈ ഡോ ബൈ ഡോട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ മൈനസ് മ്യൂ സിഗ്മ ഡോ ബൈ ഡോട്ട് ഓഫ് ഇ എന്ന് പറഞ്ഞു മൈനസ് മ്യൂ എപ്സിലോൺ ഡോ ബൈ ഡോട്ട് രണ്ടാനുണ്ട്. അപ്പൊ ഡോ സ്ക്വയർ ബൈ ഡോട്ട് സ്ക്വയർ ഓഫ് ഇ എന്നായിട്ട് മാറി. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് പോയി മൈനസ് ഉണ്ട്. അപ്പൊ നമുക്ക് കിട്ടി ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ടൈം കിട്ടി. ഓക്കെ, ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ ടൈം കിട്ടി. ഇതെന്താണ് മൊത്തം ഇ ആണ് നമുക്കുള്ളത്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് ഇതെന്താണ് ഇലക്ട്രിക് ഫീൽഡിലെ മാക്സ്വെൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ്. ഇതേപോലെ സിമിലർലി ഫോർ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് കിട്ടും ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ ഡോ എച്ച് ബൈ ഡോട്ട് ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോട്ട് ടി സ്ക്വയർ എന്നായിട്ട് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ ടേക്കിംഗ് കേൾ ഓഫ് 1 ആണല്ലോ ആദ്യം എടുത്തത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക ആദ്യം ഡെൽ ക്രോസ് എച്ച് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഇതിനെന്ത് ചെയ്യുക ഡെൽ ക്രോസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്തുണ്ടാവും ഡെൽ ക്രോസ് ഇ എന്നുണ്ടാവും, ഇവിടെ എന്തുണ്ടാവും ഡെൽ ക്രോസ് ഇ എന്നുണ്ടാവും. ഡെൽ ക്രോസ് ഇക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ വെക്ടർ ഐഡന്റിറ്റി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ, ഇതെന്താണ് ഇത് മാഗ്നറ്റിക് ഫീൽഡിലുള്ളതാണ്. ഓക്കെ, ഇതെന്താണ് മാഗ്നറ്റിക് ഫീൽഡിലുള്ളതാണ്. ആ ഡെറിവേഷനും കൂടി ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ രണ്ടും കൂടിയാണ് നമ്മൾ എന്ത് പറയാറ് വേവ് ഇക്വേഷൻ എന്ന് പറയാറ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ എന്ത് പറയാറ് വേവ് ഇക്വേഷൻ എന്ന് പറയാറ്. ഓക്കെ, ഇതെന്താണ് ഡോ ബൈ ഡോട്ട് ആണ്. അപ്പൊ ഇത് ഏത് ഡൊമൈനിലാണ് ടൈം ഡൊമൈനിലെ വേവ് ഇക്വേഷൻസ് ആണ് ഈ കണ്ടത്. ഓക്കെ, ഇപ്പൊ ഇത് നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം ഡോ ബൈ ഡോട്ടിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ജെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡോ സ്ക്വയർ ബൈ ഡോട്ടിക്ക് ആണെങ്കിലോ ജെ ഒമേഗ സ്ക്വയർ എന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ഡോ ബൈ ഡോട്ടി ഉണ്ട്, ഇവിടെയും ഒരു ഡോ ബൈ ഡോട്ടി സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇവിടെ ജെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ ജെ ഒമേഗ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ജെ ഒമേഗ ഇന്ന് വന്നു, ഇവിടെ ജെ ഒമേഗ സ്ക്വയർ ഇന്ന്. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ളതാണ് എന്ത് ജെ ഒമേഗ മ്യൂ എന്നുള്ള ഒരു ടേം. ജെ ഒമേഗ മ്യൂ എന്നുള്ള ഒരു ടേം രണ്ടിലും കോമൺ ആണ്. അപ്പോൾ ബാക്കി ഇവിടെ ഈ ടേമിലുള്ളതാണെന്ത് സിഗ്മ എന്നുള്ള ഒരു ടേം ഉണ്ടാകും, പിന്നെ ജെ ഒമേഗ എപ്സിലോൺ എന്നുള്ള ഒരു ടേം ഉണ്ടാകും, ഇ എന്നുള്ളതും കോമൺ ആണ്. ഓക്കെ, അതേപോലെ ഡെൽ സ്ക്വയർ എച്ച് എന്നുള്ളത് എന്താണ് ജെ ഒമേഗ മ്യൂ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ഇ എന്നാണ്. ഇ അല്ല എച്ച് എന്നുള്ളത് കിട്ടും. ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇതാണ് എന്ത് ഫേസർ ഫോം അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള വേവ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഈ ഒറ്റ ടേമിന് അതായത് ഡെൽ സ്ക്വയർ ഇ മൈനസ് സിഗ്മ സ്ക്വയർ ഇ ഈക്വൽ ടു എന്ത് എഴുതാം 0 എന്നാക്കിയിട്ട് എഴുതാം. അതായത് ഈ ടേമിന് ഞാൻ എന്താക്കി സിഗ്മ ഗാമ സ്ക്വയർ ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഈ ടൈമിന് എന്ത് ചെയ്തു ഗാമ സ്ക്വയർ എന്ന് പറഞ്ഞാണ്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും ഗാമ സ്ക്വയർ ഇ എന്ന് പറഞ്ഞാണ്ട് വന്നു. അതേപോലെ ഡെൽ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു എന്താണ് ഗാമ സ്ക്വയർ എച്ച് എന്നുള്ള ഒരു ടേം കിട്ടി. ഈ രണ്ട് ടേമും സെയിം ആണല്ലോ. അപ്പൊ ഇതാണ് ഗാമ സ്ക്വയർ എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യുക ഈ രണ്ട് ടേമിനെയും റെപ്രസെന്റ് ചെയ്യാം. ഡെൽ സ്ക്വയർ ഇ മൈനസ് ഗാമ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അതേപോലെ ഡെൽ സ്ക്വയർ എച്ച് മൈനസ് ഗാമ സ്ക്വയർ എച്ച് ഈസ് ഈക്വൽ ടു 0. ഇതും എന്താണ് വേവ് ഇക്വേഷന്റെ ജനറൽ ഫോം ആണ്. ഓക്കെ, വേവ് ഇക്വേഷന്റെ ജനറൽ ഫോം ആണ്. അപ്പൊ ഗാമ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ വന്നു ജെ ഒമേഗ മ്യൂ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ടേം വന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഗാമനെ പറയുന്ന പേരാണത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ആ മീഡിയത്തിന്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗാമ എന്നുള്ളതാണത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ ഗാമ ആണെന്ന് എന്ത് ചെയ്താൽ മതി ഇതിന് റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന് റൂട്ട് എടുക്കുമ്പോൾ
എന്താ നമുക്ക് കിട്ടുക ആൽഫ പ്ലസ് ജെ ബീറ്റ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു റിയൽ ടേം ഉണ്ടാകും, അതേപോലെ എന്താണ് ഒരു ഇമാജിനറി ടേം ഉണ്ടാകും. ഓക്കെ, ഒരു റിയൽ ടേം ഉണ്ടാകും, ഒരു ഇമാജിനറി ടേം ഉണ്ടാകും. ഇതിന്റെ റിയൽ ടേമിനെ പറയുന്ന പേരാണത് അറ്റന്വേഷൻ കോൺസ്റ്റന്റ് എന്നുള്ള, ഇമാജിനറി ടേമിനെ പറയുന്ന പേരാണത് ഫേസ് കോൺസ്റ്റന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഗാമയ്ക്ക് പകരം ആൽഫ പ്ലസ് ജെ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റിയൽ ടേമും ഇമാജിനറി ടേമും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൽഫന്റെ വാല്യൂ ഇതും കിട്ടും, ബീറ്റന്റെ വാല്യൂ ഈ ടേമും കിട്ടും. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്തേക്കാരം പ്ലസ് ആയിക്കാരം, ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഒരു ലോസി മീഡിയത്തിലാണ്. അപ്പൊ നമുക്ക് ഇതില് നമുക്ക് എന്തുണ്ട്, ഡിഫറെന്റ് മീഡിയത്തിൽ ഈ ആൽഫന്റെ വാല്യൂ, ബീറ്റന്റെ വാല്യൂ, ഗാമന്റെ വാല്യൂ കാണാനുണ്ട്. ഓക്കെ, അത് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.